ഹായ്, IELTS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണോ? IELTS സ്പീക്കിംഗ് ടെസ്റ്റിൽ വൊക്കാബുലറി ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? സോ ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്, ഐ വിൽ ടീച്ച് യു സം ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടിപ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ സക്സസ്ഫുൾ IELTS students from Kerala. The problem with our education system is that we focus a lot on grammar. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പട്ടാളക്കാരനാണെന്ന് കരുതുക. ഇഫ് യു ആർ എ സോൾജിയർ, യുവർ ഗ്രാമർ ഈസ് ലൈക്ക് യുവർ ഗൺ ആൻഡ് യുവർ വൊക്കാബുലറി ഈസ് ലൈക്ക് യുവർ ബുള്ളറ്റ്സ്. അതായത് തോക്ക് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനുള്ളിൽ ഉണ്ട വേണം. അതുപോലെയാണ് കുറെ ഗ്രാമർ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഒരുപാട് വൊക്കാബുലറി ആവശ്യമുണ്ട്. Before that, I personally want to thank you for being here with me and learning from me. And if you don't know me, I am Pradeep Hariharan. I am a certified IELTS trainer and founder of Fluency Career Hub. And I help students to achieve a very good band score in a very short time. Let's start the class. ഒരൊറ്റ വാക്കിൽ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്ലീസ് ലേൺ യുവർ വൊക്കാബുലറി ഇൻ ചങ്ക്സ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇംഗ്ലീഷിലെ വാക്കുകൾ പഠിക്കേണ്ടത് ഒറ്റൊറ്റയ്ക്കായിട്ടല്ല, ദേ ഹാവ് ടു ബി സ്റ്റഡീഡ് ടുഗദർ ഇൻ എ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ എ കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് പഠിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. സോ പ്ലീസ് ഡു ഹാവ് ദ പേഷ്യൻസ് ടു വാച്ച് ടിൽ ദി എൻഡ്. അപ്പോൾ ആസ് ഐ ടോൾഡ് യു, വൊക്കാബുലറി ഹാസ് ടു ബി ലേൺഡ് ബൈ ടീം ബേസ്ഡ്. അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ബിഫോർ ദാറ്റ്, വൈ വൊക്കാബുലറി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഏത് ഭാഷയും പഠിക്കുമ്പോൾ ആദ്യം വാക്കാണ് പഠിക്കുന്നത്, പിന്നെയാണ് ഗ്രാമർ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ദ വേ വി ലേൺ മലയാളം, ദാറ്റ് ഈസ് ദ വേ വി ലേൺ അവർ മദർ ടങ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ്, first we were taught the letters, then we were taught the grammar. Words were introduced in between and no one has taught us vocabulary consciously. ഇന്നേ വരെ നമുക്കായിരിക്കും കോൺഷ്യസ് ആയിട്ട് വൊക്കാബുലറി പറഞ്ഞു തന്നിട്ടില്ല. ദാറ്റ് ഈസ് വൈ വി ലാക്ക് ഇറ്റ് ഡിയേഴ്സ്. സോ യു ഹാവ് ടു ഇംപ്രൂവ് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് വൊക്കാബുലറി, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യുവർ ലിസണിംഗ് ടെസ്റ്റ് and your reading test, without which we will not able to get good score. So let's go on to the two tips that I want to start you for fluency. Fluency കിട്ടണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പ് എന്ന് പറയുന്നത്, യൂസ് ദ ഇംഗ്ലീഷ് യു ഓൾറെഡി ഹാവ്. അറിയുന്ന ഇംഗ്ലീഷ് പൊട്ടും പൊടിയും ബ്രോക്കണും ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുക. കാരണം എന്ത് കാര്യവും പെർഫെക്ഷന് വേണ്ടി നോക്കിയിരുന്നാൽ അത് നടക്കില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഇഫ് യു വാണ്ട് ടു ലേൺ ടു റൈഡ് എ സൈക്കിൾ, യു ഹാവ് ടു സ്റ്റാർട്ട് ട്രൈയിങ് ഇറ്റ്. സിമിലർലി എന്ത് കാര്യം ചെയ്യണമെങ്കിലും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. മേക്ക് ലോട്ട് ഓഫ് എറേഴ്സ്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ചെറിയ ഫ്രേസുകൾ, ഹൗ ആർ യു ഗുഡ് എന്ന് പറയുന്നത് പോലും നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ഇൻറ്റൊനേഷൻ, ഇതിനെല്ലാം നമുക്ക് ഇത് നൽകും. അപ്പോൾ നെക്സ്റ്റ് ടൈം വെൻ യു സി എ ഫ്രണ്ട്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനാണെങ്കിൽ ഹായ്, ഹൗ ആർ യു, ഹൗ ഡു യു ഡു, സി യു ടുമാറോ എന്ന് അറിയാവുന്ന ചെറിയ ഫ്രേസുകൾ പറയുക. സെക്കൻഡ് തിങ് ഈസ് ദ സെക്കൻഡ് ടിപ്പ് ഐ വാണ്ട് ടു ഷെയർ ഈസ് ദാറ്റ് whenever you speak, try to slow down the speech. English speaking. അതിന് കാര്യം എന്തെന്നാൽ, ഫോർ എക്സാമ്പിൾ, യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ഐ ആം സ്പീക്കിംഗ് വെരി ഫാസ്റ്റ്. യു നോ വൈ? ബിക്കോസ് വി മലയാളീസ് ആർ ലൈക്ക് ദാറ്റ്. വി സ്പീക്ക് മലയാളം വെരി ഫാസ്റ്റ്. ഞാൻ കുറച്ച് പതുക്കെ പറഞ്ഞാൽ, സ്ലോ ആക്കിയാൽ, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യു വിൽ നോട്ട് വാച്ച് മൈ വീഡിയോ. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ എനർജി, ഐ ഹാവ് ടു യൂസ് എ ഹൈ സ്പീഡ്. ബട്ട് ഇഫ് യു ആർ യൂസിങ് ഇംഗ്ലീഷ്, ലേൺ ടു സ്പീക്ക് ഇറ്റ് സ്ലോലി. അത് എസ്പെഷ്യലി സൗണ്ട്സ് ഓഫ് എ ലെങ്തി വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫണ്ടമെൻ്റലി എന്നൊരു വാക്കാണ് പറയണമെങ്കിൽ, ഫണ്ടമെൻ്റലി സ്പീക്കിംഗ് എന്ന് പറയുന്നതും ഫണ്ടമെൻ്റലി സ്പീക്കിംഗ് എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. ഇഫ് യു സ്ലോ ഡൗൺ ദ വേർഡ്സ്, സ്ട്രെസ് ഈച്ച് ആൻഡ് എവറി സിലബിൾ ഇൻ എ പ്രോപ്പർ മാനർ, ഇറ്റ് വിൽ സൗണ്ട് മോർ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഒരു റിസോഴ്സ് ഉണ്ട്, ഞാൻ താഴെ ഷെയർ ചെയ്യാം. ഇറ്റ് ഈസ് eslfast.com, ഈസി ഡയലോഗ്സ് ആണ്. ഐ ഫൗണ്ട് ദെയർ തിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു IELTS ബിഗിനർ ആണെങ്കിൽ അതിൽ കുറേ ഡെയിലി ഡയലോഗ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് കേട്ട് പഠിക്കാം. ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി എങ്ങനെയാണ് വേർഡ്സ് പഠിക്കുക എന്ന് എപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. ദർ ആർ 2 മെത്തേഡ്സ് ഡിയർ. വൺ ഈസ് നോൺ ആസ് കൺവെൻഷണൽ മെത്തേഡ്, ദി അതർ ഈസ് നോൺ ആസ് എക്സാം ബേസ്ഡ് മെത്തേഡ്. ഇൻ കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? വി റീഡ് ഇംഗ്ലീഷ് ബുക്സ്, ഇംഗ്ലീഷ് മാഗസീൻസ്, ഇംഗ്ലീഷ് പേപ്പർ, ദെൻ വി അണ്ടർലൈൻ ദ വേർഡ്സ് ദാറ്റ് വി ഡോണ്ട് നോ. അതിനുശേഷം നമ്മളൊരു 30 വാക്കൊക്കെ ആകുമ്പോൾ വി കോപ്പി ഇറ്റ് ഡൗൺ ടു എ പേപ്പർ. Then we go to a dictionary or Google, find the meanings, then we keep it in front of us. സമയം കിട്ടുമ്പോൾ നോക്കി പഠിക്കും. It takes a lot of time. Is that effective? Not that much. കാരണം നമ്മൾ അപ്പോഴും ഒറ്റ വാക്കായിട്ട് പഠിക്കുന്നു, നമ്മൾ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്നില്ല.
പക്ഷെ നമ്മളവിടെ സെന്റൻസ് എഴുതി പഠിക്കണമെങ്കിൽ പറ്റും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലത്തെ നമ്മൾ എന്താ പറയുക, ബുക്ക് മേടിച്ചിട്ട് IELTS വൊക്കാബുലറി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി വാങ്ങുന്നതാണ്. ഈ ബുക്കിനെ വാങ്ങണമെന്നില്ല, ഞാൻ വർക്ക് ചെയ്യുന്ന ബുക്കുകൾ ഞാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അത് വാങ്ങിച്ച് നമ്മളൊരു 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം വരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലും നമ്മുടെ വൊക്കാബുലറി കൂടും. ബട്ട് ഇൻ കൺവെൻഷണൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വാക്കായിട്ട് പഠിക്കാതെ ഗ്രൂപ്പ് ഓഫ് വാക്കായിട്ടാണ് പഠിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞുതരാം. മോർ ഓവർ ഇഫ് യു വാച്ച് ഇറ്റ് ടിൽ ദി എൻഡ് ഐ വിൽ ഗിവ് യു എ ബോണസ് ഓഫ് എ ലോട്ട് ഓഫ് വേർഡ്സ് ഫോർ അണ്ടർ എഡ്യൂക്കേഷൻ. അപ്പോൾ ദർ ആർ 3 stages ഓഫ് ലേണിംഗ് ഡേ. നമ്മളൊരാളെ പരിചയപ്പെടുന്ന പോലെയാണ് ഒരു വാക്ക് എന്ന് പറയുന്നത്. ആദ്യം വി മസ്റ്റ് നോ ദ വേർഡ്. നമ്മളൊരാളെ കണ്ടാൽ ആൾ ആരാണെന്ന് അറിയണം. ലോകത്ത് ഒരുപാട് പേരുണ്ട്, അതേപോലെയാണ് ഒരുപാട് വാക്കുകളുമുണ്ട്. സെക്കൻഡ് തിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് യൂസ്. അതായത് അതിൻ്റെ അർത്ഥവും എവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് തന്നെ പലതരം ഫ്രണ്ട്സ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ഉപകാരമുണ്ട്. അതേപോലെയാണ് ഇംഗ്ലീഷിലെ വാക്ക് എന്ന് പറയുന്നത്. ഓരോ വാക്കിനും അർത്ഥമുണ്ട്, ഓരോ ഉപകാരമുണ്ട്. 3 നമ്മളത് ഉപയോഗിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ ഒരു എന്താ പറയുക, വാക്കുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം പോലെയാണ്. യു നോ ദം ഫസ്റ്റ്, നോ ദെയർ യൂസേജ്, തേർഡ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഇനി നമുക്കിതിൽ എങ്ങനെ എക്സാമ്പിളിൽ ഇപ്പോൾ IELTS നമുക്ക് എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക് ആണെങ്കിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, സ്കൂൾ സിസ്റ്റംസ്, എഡ്യൂക്കേഷണൽ ചാലഞ്ചസ്. അപ്പോൾ നമ്മൾ വാക്ക് കോണ്ടക്സ്റ്റിൽ എങ്ങനെയാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന വാക്ക് നിങ്ങൾക്കറിയാം, കോളേജസ്, ഡിഗ്രീസ്, മേജേഴ്സ്, യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മൾ പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ, അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഒരുമിച്ച് ഉപയോഗിക്കുക. ഐ വാണ്ട് ടു പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഐ വാണ്ട് ടു അച്ചീവ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ 3 വാക്കുകളായിട്ട് പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഇനി വൊക്കേഷണൽ ട്രെയിനിങ് എന്താണ് പറയുന്നത്, ദർ ആർ എ ലോട്ട് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, ദർ ആർ എ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ വേർഡ് what we are trying to do is we are trying to learn together. ഇനി നമുക്ക് സ്കൂൾ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ദർ ആർ വേർഡ്സ് ലൈക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ, ടെറിഷറി എഡ്യൂക്കേഷൻ. അപ്പോൾ മൈ ട്രാൻസിഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ നമ്മളെപ്പോഴും നിങ്ങൾക്കറിയാലോ സ്പീച്ചിൽ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നതാണ്. ഇനി വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു യൂസ് ഇറ്റ്. ആക്സസ് ടു എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ്, ബ്രിഡ്ജിങ് ദി എഡ്യൂക്കേഷൻ ഗ്യാപ്പ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കിൻ്റെ കൂടെ ഐ എം യൂസിങ് ബ്രിഡ്ജിങ് ദി എഡ്യൂക്കേഷൻ ഗ്യാപ്പ്, അങ്ങനെ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് I can use it. So what I'm trying to do is I am trying to bridge the education gap in English so that you can score well. So I thank you very much for watching till the end. If you are interested, there is a link below. Download it, use it. There are 2 exercises in it. I highly recommend you to do it. And if you want to get personal coaching, I'm here. Please do connect with me. You can find the number in the description. I will see you tomorrow. Thank you for participating. This is your trainer, Pradeep Hariharan, signing off.